ഏറെ മാറ്റങ്ങളുമായി കുസാറ്റ് പ്രവേശനം എന്ന തലക്കെട്ടിൽ ഇങ്ങനെ ഒരു ന്യൂസ് റിപ്പോർട്ട് നിങ്ങൾ റീസെന്റ് വായിച്ചു കാണും. ഈ വർഷത്തെ കുസാറ്റ് അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങളെന്നും കുസാറ്റ് നൽകുന്ന പ്രധാനപ്പെട്ട കോഴ്സുകൾ ഏതൊക്കെയാണ്, എക്സാം ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. വെൽക്കം ടു എക്സാം വയലാടി. സോ കുസാറ്റ് അഥവാ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി എന്നുള്ളത് കേരളത്തിലെ തന്നെ ടെക്നോളജി ഓറിയന്റഡ് ആയിട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്വപ്നം കാണാവുന്ന ഒരു അടിപൊളി ക്യാമ്പസ്, ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് കുസാറ്റ് എന്നുള്ളത്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മുഴുവൻ ഡീറ്റെയിൽസ്, A to Z ഡീറ്റെയിൽസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നിങ്ങളുടെ കുസാറ്റ് ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക്, എഞ്ചിനീയറിംഗ് ആസ്പിറൻസ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ വീഡിയോ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ടോപ്പ് ടയർ ഓട്ടോണോമസ് യൂണിവേഴ്സിറ്റി ആണ് കുസാറ്റ് എന്നുള്ളത്. 1971 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ക്യാമ്പസ് ആണ് കുസാറ്റ് എന്നുള്ളത്. ഈ കുസാറ്റിന് പ്രധാനപ്പെട്ട 3 ക്യാമ്പസുകളിലാണുള്ളത്. ഒന്ന് മെയിൻ ക്യാമ്പസ്, അത് കളമശ്ശേരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയാണ് അഡ്മിനിസ്ട്രേഷൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ഡിപ്പാർട്ട്മെന്റ്സും ഉള്ളത് കളമശ്ശേരിയിലെ ക്യാമ്പസിലാണ്. ആൻഡ് സെക്കൻഡ് വൺ ലേക്ക് സൈഡ് ക്യാമ്പസ്. ഇവിടെയാണ് മെറൈൻ സയൻസും ഓഷ്യനോഗ്രഫി കോഴ്സും റൺ ചെയ്യുന്നത്. സോ രണ്ടാമത്തെ ക്യാമ്പസ് ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ് എറണാകുളത്തുള്ള. ആൻഡ് തേർഡ് വൺ കുട്ടനാടിലുള്ള പുളിങ്കുന്ന് ക്യാമ്പസ് എന്നറിയപ്പെടുന്ന കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് സ്ഥിതി ചെയ്യുന്ന ക്യാമ്പസ്. സോ 3 പ്രധാനപ്പെട്ട ക്യാമ്പസ്. ഒന്ന് മെയിൻ ക്യാമ്പസ് ആണ്, സെക്കൻഡ് വൺ ലേക്ക് സൈഡ് ക്യാമ്പസ് ആണ്, തേർഡ് വൺ പുളിങ്കുന്ന് ക്യാമ്പസ് അഥവാ കുട്ടനാടിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ്, എഞ്ചിനീയറിംഗ് കുട്ടനാട് CUCEK എന്നുള്ളതാണ് ഷോർട്ട് ഫോം ആയിട്ട് അറിയപ്പെടുന്നത്. സോ 3 ക്യാമ്പസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. പ്രധാനപ്പെട്ട ഡേറ്റ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2026 അഡ്മിഷൻ ഡേറ്റുകൾ, നമ്മുടെ അപ്ലിക്കേഷൻ വിൻഡോ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ജനുവരി 27 ആൾറെഡി അപ്ലിക്കേഷൻ ഓൺ ഗോയിങ് ആണ്. മാർച്ച് 5 വരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ആൻഡ് MBA ആസ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് സ്പെസിഫിക് ആയിട്ട് ഡെഡ് ലൈൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ MBA സ്റ്റുഡൻസ് അപ് ടു ഏപ്രിൽ 30 വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള സമയം. കുസാറ്റ് കാറ്റ് എന്നുള്ള പേരിലാണ് എൻട്രൻസ് പരീക്ഷ നടത്തുന്നത്. സോ കാറ്റ് എന്നുള്ളതാണ് എൻട്രൻസ് പരീക്ഷയുടെ പേര് എന്നുള്ളത് മനസ്സിലാക്കുക. മെയ് 9, 10, 11 തീയതികളിലായിട്ട് 3 ദിവസങ്ങളിലായിട്ടാണ് കുസാറ്റ് കാറ്റ് എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്. റിസൾട്ട് ഡിക്ലെയർ ചെയ്യുന്നത് ലാസ്റ്റ് വീക്ക് ഓഫ് ജൂൺ 2026 സ്പെസിഫിക് ആയിട്ടുള്ള ഡേറ്റ് ഇതുവരെ മെൻഷൻ ചെയ്തിട്ടില്ല. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സ് ഇപ്പോൾ തന്നെ എന്ത് ചെയ്യുക, ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് മനസ്സിലാക്കി വെക്കുക. ആൻഡ് എക്സാം പാറ്റേണും സ്കോറിംഗും, ഇപ്രാവശ്യത്തെ സ്കോറിംഗിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എന്താണെന്ന് നോക്കാം. നമുക്കറിയുന്ന പോലെ തന്നെ മോഡ് ഓഫ് എക്സാം CBT മോഡാണ്. ഓൺലൈനായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ്. കമ്പ്യൂട്ടർ സെന്ററിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ ഇരുന്നു കൊണ്ടാണ് ടെസ്റ്റ് എഴുതേണ്ടത്. ഈ പറഞ്ഞ പോലെ തന്നെ നാഷണൽ ലെവൽ NTA നടത്തുന്ന മോഡലിലുള്ള എക്സാം, ആ ഒരു പാറ്റേൺ തന്നെയാണ് കുസാറ്റിന്റെ കാറ്റും ഫോളോ ചെയ്യുന്നത്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം ഉണ്ടായിരിക്കും, 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഓപ്ഷൻസിൽ ഏതാണെന്നുള്ളത് കറക്റ്റായിട്ട് നമ്മൾ ഓപ്റ്റ് ചെയ്യുക. ആ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ലാംഗ്വേജ് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ന്യൂ സ്കോറിംഗ് സ്കീം, ഇപ്പോഴത്തെ പുതിയ സ്കോറിംഗ് സ്കീം എന്താണെന്ന് ചോദിച്ചാൽ 4 മാർക്കാണ് കറക്റ്റ് ആൻസേഴ്സ് ഉണ്ടായിരിക്കുക, -1 മാർക്കായിരിക്കും നെഗറ്റീവ് മാർക്കായിട്ട് ഉണ്ടായിരിക്കുക. കഴിഞ്ഞ വർഷം +3 and -1 എന്നുള്ള സ്കീമിലായിരുന്നു. ഈ വർഷം മുതൽ +4 and -1 എന്നുള്ള സ്കീമിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൂടെ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ കുസാറ്റിലുള്ള മേജർ കോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. BTech എഞ്ചിനീയറിംഗ് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും ഈ ഒരു പോർഷൻ നോട്ട് ചെയ്യണം. സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്, നാവൽ ആർക്കിടെക്ചർ, AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ്, AI ആൻഡ് ഡാറ്റാ സയൻസ്, ഇത്രയും ബ്രാഞ്ചുകളാണ് പ്രധാനപ്പെട്ട BTech കോഴ്സുകൾ കുസാറ്റ് നൽകുന്നത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രികൾ, MA ഇംഗ്ലീഷ് വരെ കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് പലർക്കും അറിയാത്തൊരു ഇൻഫർമേഷൻ ആണ്. അതായത് MA ഇംഗ്ലീഷ്, MSc ഫിസിക്സ് കെമിസ്ട്രി, സയൻസിൽ BSc ഫിസിക്സും BSc കെമിസ്ട്രിയും കഴിഞ്ഞിട്ടുള്ള ഒരാൾക്ക് MSc ഫിസിക്സും MSc കെമിസ്ട്രിയും ചെയ്യാനുള്ള ഓപ്ഷനും കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് BCA കഴിഞ്ഞ ഒരാൾക്ക് MCA മാസ്റ്റേഴ്സ് ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഓപ്ഷൻ കുസാറ്റ് നൽകുന്നുണ്ട്. BCom കഴിഞ്ഞ ഒരാൾക്ക് MCom ചെയ്യാനുള്ള ഓപ്ഷനും കുസാറ്റിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. സോ BTechലുള്ള പ്രധാനപ്പെട്ട കോഴ്സുകൾ പറഞ്ഞു, സ്ട്രീമുകൾ പറഞ്ഞു. പോസ്റ്റ് ഗ്രാജുവേഷനിൽ MA ഇംഗ്ലീഷ്, MSc കെമിസ്ട്രി, MSc മാത്സ്, MCA, MCom. ഇനി ലോ വരെ കുസാറ്റ് കൊടുക്കുന്നുണ്ട്. ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റി ആണ്. എന്നാൽ അവിടെ ലോ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് വക്കീലാവാൻ ഒരുപാട് കുട്ടികൾ അവിടെ എത്തുന്നുണ്ട്. LLB 3 വർഷത്തെ LLBയും 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് BBA, BCom, LLBയും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ BBA, BCom, LLB എന്ന് പറയുമ്പോൾ 5 വർഷത്തെ കോഴ്സാണ്. +2 കഴിഞ്ഞ ഒരാൾക്ക് 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് LLBക്ക് ചേർന്നാൽ ഒന്നുകിൽ എന്ത് ചെയ്യാം, BBA ഡിഗ്രി അവനെ അക്വയർ ചെയ്യാം. അതോടൊപ്പം തന്നെ LLB കോഴ്സും അല്ലെങ്കിൽ LLB കോഴ്സും ചെയ്യാം, LLB ഡിഗ്രിയും ഏൺ ചെയ്യാം. അതല്ല എങ്കിൽ BBAക്ക് പകരം BCom ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. സോ +2 കഴിഞ്ഞിട്ടും ഒരാൾക്ക് ലോക്ക് കുസാറ്റിലെത്താം.
അതല്ല ഡിഗ്രി കഴിഞ്ഞ് ഏതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ് അത് കഴിഞ്ഞുള്ളൊരു 3 വർഷത്തെ കോഴ്സായിട്ടും ലോ ചെയ്യാവുന്നതാണ്. ഇനി ഇന്റഗ്രേറ്റഡ് MSc 5 ഇയർ സയൻസ് മാസ്റ്റേഴ്സ് 12ാം ക്ലാസ് കഴിഞ്ഞ് +2 കഴിഞ്ഞിട്ട് ഡിഗ്രിയും PGയും ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാനുള്ള ഓപ്ഷനും കുസാറ്റ് നൽകുന്നുണ്ട്. സോ ഇന്റഗ്രേറ്റഡ് സയൻസ് കോഴ്സുകളും ഇന്റഗ്രേറ്റഡ് MSc പ്രോഗ്രാമുകളും കുസാറ്റിലുണ്ട് എന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഇപ്രാവശ്യത്തെ ന്യൂസ് ക്ലിപ്പിൽ ഇത്തവണത്തെ പ്രോഗ്രാമുകളിലെ ഇത്തവണത്തെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു കുറിപ്പ് വന്നത് എന്താ നമുക്ക് നോക്കാം. പുതിയ പ്രോഗ്രാമുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒന്ന് BTech 8 സെമസ്റ്റർ AI ആൻഡ് ഡാറ്റാ സയൻസ്. BTechലുള്ള ഒരു കോഴ്സ് നമ്മൾ പറഞ്ഞു AI ആൻഡ് ഡാറ്റാ സയൻസിലാണ് 8 സെമസ്റ്റർ. 8 സെമസ്റ്റർ എന്ന് പറഞ്ഞാൽ 4 വർഷത്തെ പ്രോഗ്രാം ആയിട്ട് AI ആൻഡ് ഡാറ്റാ സയൻസ് ഉണ്ട്. അതുപോലെ തന്നെ BTech പാർട്ട് ടൈം ആയിട്ട് സിവിൽ അതുപോലെ തന്നെ മെക്കാനിക്കൽ BTech പാർട്ട് ടൈം ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്. അതോടൊപ്പം 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റാ സയൻസ്. ഈ ഒരു പ്രോഗ്രാമും പുതിയതായിട്ടുള്ള ഒരു കോഴ്സാണ്. 5 വർഷം ഇന്റഗ്രേറ്റഡ് MA ഏതിലാ നോക്കൂ, ഹിന്ദി ഭാഷയും സാഹിത്യവും. MTech സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിങ്. ഈ കോഴ്സുകളും പുതുതായിട്ട് കുസാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഗ്രാമുകളാണ്. സോ എന്ത് ചെയ്യുക, ഈ പുതിയ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പരിചയത്തിലുള്ള മക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കുസാറ്റിൽ ഇത്തരം കോഴ്സുകൾ ആസ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ നിർബന്ധമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു 8 സെമസ്റ്ററിലുള്ള 4 വർഷത്തെ AI ആൻഡ് ഡാറ്റാ സയൻസ് കോഴ്സ്, പാർട്ട് ടൈം ആയിട്ട് സിവിൽ ആൻഡ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സ് ഉണ്ട്. 5 വർഷത്തെ ഇന്റഗ്രേറ്റഡ് MSc ഇക്കണോമെട്രിക്സ് ആൻഡ് ഡാറ്റാ സയൻസ് കോഴ്സ് ഉണ്ട്. 5 വർഷത്തെ MA ഹിന്ദി ഭാഷയും സാഹിത്യവും കോഴ്സ് ഉണ്ട്. ഹിന്ദി ലാംഗ്വേജിൽ MA പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കുസാറ്റിലെത്താം. ഇനി MTech സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിങ് കോഴ്സും കുസാറ്റ് നൽകുന്നുണ്ട്. 4 വർഷത്തെ BVOC ഓണേഴ്സ്, അതായത് ഒരു പ്രൊഫഷണൽ ടൈപ്പ് ഓഫ് കോഴ്സാണ് BVOCകൾ എന്നുള്ളത്. ബാച്ചിലർ ഓഫ് വൊക്കേഷണൽ കോഴ്സാണ്. 4 വർഷത്തെ പ്രോഗ്രാമാണ്. ഡാറ്റാ സയൻസ് ആൻഡ് അനലിറ്റിക്സ് എന്ന് പറയുന്ന കോഴ്സും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 3 വർഷം BVOCന് പകരം എന്തുണ്ട്, ഇപ്രാവശ്യം 4 വർഷത്തെ BVOC ഓണേഴ്സ്. ഈ ഓണേഴ്സ് ഡിഗ്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാ ഡിഗ്രിയേക്കാളും കുറച്ചുകൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും, കുറച്ചുകൂടെ വാല്യൂ കൂടുതലാണ് ഹോണേഴ്സ് ഡിഗ്രികൾക്ക്. ഹോണേഴ്സ് ഡിഗ്രികളാണ് സാധാരണ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഡിഗ്രികൾ. സോ ഹോണേഴ്സ് ഡിഗ്രി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ഇനി പുതിയതായിട്ടുള്ള സ്കോറിംഗ് രീതി നമ്മൾ ആദ്യം പറഞ്ഞു. സ്കോറിംഗ് രീതി പരിഷ്കരിച്ച് ശരി ഉത്തരത്തിന് 4 മാർക്ക്, തെറ്റുത്തരത്തിന് 1 മാർക്ക് കുറയും. ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകാത്തവരെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തില്ല. സോ ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം നൽകിയാൽ മാത്രമേ നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി മറ്റൊന്ന്, കോഡ് 101 BTech മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം നോർമലൈസ്ഡ് മാർക്ക് 10 എങ്കിലും മതി. ഓരോന്നിനും 10 വേണ്ട എന്നുള്ളൊരു പ്രധാനപ്പെട്ട മാറ്റം നിങ്ങൾ നോട്ട് ചെയ്യണം. അതായത് BTech മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് മൊത്തം നോർമലൈസ്ഡ് മാർക്ക് 10 എങ്കിലും മതി എന്നുള്ളതാണ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓരോന്നിനും 10 വേണമെന്നില്ല, മൊത്തത്തിൽ 10 മാർക്ക് മതി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതോടൊപ്പം MBAക്ക് ആസ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് എൻട്രൻസ് പരീക്ഷയോടൊപ്പം ഗ്രൂപ്പ് ഡിസ്കഷൻ GD എന്നുള്ളൊരു ഇവാലുവേഷൻ പോയിന്റ് കൂടി ഉണ്ട്. ആ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒഴിവാക്കി പകരം +2 മാർക്ക് ഉൾപ്പെടുത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് കേട്ടോ. ഗ്രൂപ്പ് ഡിസ്കഷന് എന്നുള്ളത് പലർക്കും ഫെയിലായി പോകാൻ സാധ്യതയുള്ളൊരു ഏരിയ ആണ്. അതിൽ കൂടുതലായിട്ട് പെർഫോം ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഒരുപാട് പേരുണ്ടാവും. എന്നാൽ നന്നായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ടാവും. എന്നാൽ ആ ഒരു ഇവാലുവേഷൻ ക്രൈറ്റീരിയ ഒഴിവാക്കി പകരം +2 മാർക്കായിരിക്കും, 12ാം ക്ലാസ്സിലെ മാർക്കായിരിക്കും MBA കുട്ടികൾക്ക് പരിഗണിക്കുക. എക്സാമും എന്തായാലും ഉണ്ടാവും, അതിൻ്റെ കൂടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഒഴിവാക്കി പകരം ഈ പറഞ്ഞ 12ാം ക്ലാസ്സിലെ മാർക്കായിരിക്കും പരിഗണിക്കുക എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി 101, 104 കോഡുകൾക്ക് മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി എന്നിവയ്ക്ക് പ്രത്യേക സമയപരിധി ഒഴിവാക്കി ആകെയുള്ള 3 മണിക്കൂറിൽ വിവിധ സെക്ഷനുകളിലേക്ക് ഇഷ്ടം പോലെ മാറാം എന്നുള്ളത്. അപ്പോൾ ഈ കോഡുകൾ 101 എന്താണ്, 104 എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കുസാറ്റിന്റെ പ്രോസ്പെക്ടസ് എടുത്ത് നോക്കിയാൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും. ഓരോ സബ്ജക്റ്റുകൾക്കും, ഓരോ എക്സാമുകൾക്കും, ഓരോ കോഴ്സുകൾക്കും പ്രത്യേക കോഡ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി ടെസ്റ്റ് കോഡുകൾ 19 നിന്ന് 22 പല പ്രോഗ്രാമുകളിൽ നിന്നും സീറ്റ് വർദ്ധിച്ചു. എക്സിക്യൂട്ടീവ് MTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഡാറ്റാ സയൻസ് ആൻഡ് MA പ്രോഗ്രാം നിർത്തലാക്കി. അപ്പം ഇത്രയും മാറ്റങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. അതായത് കുസാറ്റ് എന്ന് പറയുന്നത് ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ കൂടെ അതിൽ ഒരുപാട് മറ്റധികം കോഴ്സുകൾ കൂടെ ഇപ്രാവശ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ കണ്ടു അല്ലേ, ലാംഗ്വേജിൽ MA ഇംഗ്ലീഷ് ഉൾപ്പെടെ MA ഹിന്ദി ലിറ്ററേച്ചർ ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾ കൊണ്ടുവരുന്നുണ്ട്. ലോ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, ഒരു ഏരിയ ആൾറെഡി കുസാറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. BVOC പോലെയുള്ള ഒരു കോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ
ഒരു ഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുസാറ്റ് ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയയിലേക്ക് പോയി നോക്കാം. ആർക്കൊക്കെയാണ് കുസാറ്റ് കാറ്റ് അപ്ലൈ ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉള്ളത് എന്നുള്ളത്. ബിടെക്കിന് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾക്ക് +2 വിത്ത് 50% മാർക്സ് ഇൻ PCM, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, അതിൽ 50% മാർക്കാണ് വേണ്ടത്. ഇനി MA ഇംഗ്ലീഷ് ആണ് കുട്ടിക്ക് താല്പര്യമെങ്കിൽ ഗ്രാജുവേഷൻ ഡിഗ്രി വിത്ത് 50% മാർക്ക്, BA ഇംഗ്ലീഷിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രാജുവേഷനിൽ 50% മാർക്കാണ് വേണ്ടത്. ഇനി MBAക്കാണ് താല്പര്യമെങ്കിൽ, മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ താല്പര്യമെങ്കിൽ ഡിഗ്രി പ്ലസ് സ്കോർ ഇൻ KMAT, CMAT ഓർ IIM CAT, IIMലേക്കുള്ള കാറ്റിന്റെ സ്കോർ വരെ കുസാറ്റിൽ പരിഗണിക്കുന്നതാണെന്നുള്ളത് മനസ്സിലാക്കുക. പ്രത്യേകം ഗ്രൂപ്പ് ഡിസ്കഷൻ ഇപ്രാവശ്യം ഇല്ല, പകരം +2 മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കും എന്നുള്ളതൂടെ നമ്മൾ മനസ്സിലാക്കി. +2 മാർക്ക് പ്ലസ് ഈ പറഞ്ഞ ഒന്നുകിൽ KMAT അല്ലെങ്കിൽ CMAT അല്ലെങ്കിൽ IIM CAT ഇതിന്റെ ഏതെങ്കിലും ഒരു പരീക്ഷയുടെ സ്കോറാണ് പരിഗണിക്കുക. ഫീ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ് പറയുന്നത്. എക്സാമിലേക്കുള്ള കുസാറ്റ് കാറ്റിന്റെ അപ്ലിക്കേഷൻ ഫീയുടെ കാര്യമാണ് പറയുന്നത്. എങ്ങനെയാണ് ഫീ വരുന്നത്? 1200 രൂപയാണ് ജനറൽ കാറ്റഗറിയിലുള്ള കുട്ടികൾക്കുള്ളത്. SC ST കാറ്റഗറിക്കാർക്ക് 500 രൂപയാണ്. അഡീഷണൽ ടെസ്റ്റ് കോഡ് ഓരോ ടെസ്റ്റുകൾക്കും അഡീഷണൽ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 500 രൂപ ജനറൽ കാറ്റഗറിക്ക്, SC STക്ക് 250 റുപ്പീസ് പെർ എക്സ്ട്രാ ഓരോ ടെസ്റ്റ് കോഡിനും ഉണ്ടായിരിക്കുന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇനി ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ്. നമ്മൾ ഓൾറെഡി കുറച്ച് പുതിയ മാറ്റങ്ങൾ പറഞ്ഞു. ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ വർഷം കുറച്ചധികം സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ സയൻസിൽ സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട്. നിയമം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് എളുപ്പത്തിൽ സീറ്റ് കിട്ടാനുള്ള സാധ്യത ഇനിയുണ്ട് എന്നുള്ളതും. ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറയുന്ന കോഴ്സ് വളരെ റെയർ ആയിട്ടാണ് പല ക്യാമ്പസിലും പ്രൊവൈഡ് ചെയ്യുന്നത്. കുസാറ്റ് എന്നുള്ളത് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സിന് അടിപൊളിയായിട്ടുള്ള ഒരു ക്യാമ്പസ് ആണെന്ന് നമ്മൾ നോട്ട് ചെയ്യുക. അപ്പോൾ സീറ്റുകൾ, ഇത്തരം കോഴ്സുകൾക്ക് സീറ്റുകൾ കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൂടെ മനസ്സിലാക്കേണ്ടതാണ്. ക്വാളിഫയിങ് റൂൾ നമ്മൾ പറഞ്ഞു. മിനിമം 10 മാർക്സ് നോർമലൈസ്ഡ് റിക്വയർഡ് ഇൻ BTech എൻട്രൻസ് ടു ബി റാങ്ക്ഡ്. 10 മാർക്ക് മിനിമം, നോർമലൈസ്ഡ് ആയിട്ടുള്ള 10 മാർക്ക് മിനിമം കിട്ടണം. കാൻഡിഡേറ്റ്സ് മസ്റ്റ് അറ്റംപ്റ്റ് അറ്റ്ലീസ്റ്റ് 1 ക്വസ്റ്റ്യൻ ടു ബി ഇൻക്ലൂഡ് ഇൻ ദ റാങ്ക് ലിസ്റ്റ്. ഒരു ക്വസ്റ്റ്യനെങ്കിലും എക്സാമിന് അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഒരു ക്വസ്റ്റ്യൻ പോലും അറ്റൻഡ് ചെയ്യാതൊക്കെ എൻട്രൻസ് എക്സാം എഴുതുന്ന കുട്ടികളുണ്ട് എന്നുള്ളതും അപ്പം മനസ്സിലാക്കേണ്ടതാണല്ലേ. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ നോട്ട് ചെയ്യുക. എക്സാം സെൻറ്ററുകൾ എവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് എക്സാം സെൻറ്ററുകൾ ഉണ്ട് എന്നുള്ളത് ഇൻസൈഡ് കേരളത്തിൽ എല്ലാ ജില്ലകളിലും, ട്രിവാൻഡ്രം, എറണാകുളം, കോഴിക്കോട് തുടങ്ങിയിട്ട് എല്ലാ ജില്ലകളിലും എന്തുണ്ട്, എക്സാം സെൻറ്റർ അവൈലബിൾ ആണെന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഔട്ട്സൈഡ് കേരള ന്യൂഡൽഹി, മുംബൈ, കൊൽക്കത്ത, ചെന്നൈ, ബാംഗ്ലൂർ, കോയമ്പത്തൂർ, ലക്നൗ, പാട്ന ആൻഡ് റാഞ്ചി, കോട്ട, ഇവിടെയൊക്കെ ഔട്ട്സൈഡ് കേരള സെൻറ്റേഴ്സ് ഉണ്ട്. ഇന്റർനാഷണൽ സെൻറ്റേഴ്സിൽ ദുബായിലടക്കം NRI കുട്ടികൾക്ക് കുസാറ്റ് കാറ്റ് എക്സാം എഴുതാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ഇമ്പോർട്ടൻറ്റ് നോട്ട്, BTech ടെസ്റ്റ് കോഡ് 101 ആണ്. അവൈലബിൾ അറ്റ് ഓൾ സെൻറ്റേഴ്സ്, കേരള പ്ലസ് നാഷണൽ പ്ലസ് ഇന്റർനാഷണൽ. BTechനാണ് കൂടുതലായിട്ട് കുട്ടികൾ കുസാറ്റ് ആസ്പയർ ചെയ്യുന്നത്. സോ BTechനാണ് എന്ത് ഈ പറഞ്ഞ കേരളത്തിലും ഔട്ട്സൈഡ് ഇന്ത്യ NRI കുട്ടികൾക്ക് ഇന്റർനാഷണൽ ലെവലിലൊക്കെ സെൻറ്ററുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. PG കോഴ്സിലുള്ള കുട്ടികൾക്കാണെങ്കിൽ എക്സാംസ് പ്രൈമറിലി ഹെൽഡ് ഇൻ കേരള സെൻറ്റേഴ്സ് ഓൺലി എന്നുള്ളത് നോട്ട് ചെയ്യാം കേട്ടോ. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, ഗ്രാജുവേഷൻ ഒക്കെ ചെയ്യുന്ന കുട്ടികൾ, അവർ പോസ്റ്റ് ഗ്രാജുവേഷന് ഒരു പക്ഷേ കുസാറ്റ് ആസ്പയർ ചെയ്യുന്നുണ്ട് എങ്കിൽ പല സ്റ്റേറ്റുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ PG കോഴ്സുകളാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ PG കോഴ്സിന് ജനറലി കേരളത്തിൽ മാത്രമാണ് സെൻറ്ററുകൾ ഉള്ളത് എന്നുള്ളത് സ്പെഷ്യലി നോട്ടായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്ലൈ ചെയ്യണമെങ്കിൽ admissions.kusat.ac.in എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. പ്രോസ്പെക്ടസ് ഒരു വിശദമായൊരു PDF ഉണ്ട്. അത് മുഴുവനായിട്ട് ഡിസ്കസ് ചെയ്താൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടി പോകുന്നുള്ളത് കൊണ്ടാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഫെച്ച് ചെയ്തുകൊണ്ട് ഒരു PPT ആക്കിയത്, പ്രസൻറ്റേഷൻ ആക്കിയത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്, അപ്ലിക്കേഷൻ ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കുസാറ്റ് പോലെയുള്ള വിവിധ കരിയർ നോട്ടിഫിക്കേഷൻ, പുതിയ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകളുടെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു കരിയർ കമ്മ്യൂണിറ്റി ഉണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെക്കാം. അതിലെന്ത് ചെയ്യാൻ നിർബന്ധമായിട്ടും നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ അഡ്മിനിസ്ട്രേറ്ററിനോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് അറിയുന്ന രൂപത്തിലൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ഞങ്ങളിവിടെ സന്നദ്ധരാണ്. ഓക്കെ, താങ്ക് യു.